കേരള കോൺഗ്രസ് എം നേതാവ് ജോസ് കെ മാണിക്ക് ഇനി കേരള കോൺഗ്രസ് എമ്മിനെ നയിക്കാൻ കഴിയില്ല. പാർട്ടി പിളർപ്പിൻ്റെ വക്കിലാണ്. ഏത് സമയത്തും ഒരു വൻ പൊട്ടിത്തെറി ഉണ്ടാകും. അത് കാത്തു തന്നെയാണ് ഇപ്പോൾ പി ജെ ജോസഫും ഗ്രൂപ്പും ഇരിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ ജോസ് കെ മാണി വിഭാഗത്തിനുള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള തൊഴുത്തിൽ കുത്ത് അതിരൂക്ഷമായി തുടരുകയാണ്. മന്ത്രി റോഷി അഗസ്റ്റിനെതിരെ പ്രൊഫസർ എൻ ജയരാജും ജോബ് മൈക്കിളുമൊക്കെ ശക്തമായി നീങ്ങിക്കഴിയുമ്പോൾ ജോസ് കെ മാണി പ്രതിരോധത്തിലാണ്. എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് തീരുമാനിക്കാനല്ല പാർട്ടി എന്നാണ് ജോസ് കെ മാണിയോട് ഇപ്പോൾ അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുമാത്രമല്ല, ജോസ് കെ മാണിയും റോഷി അഗസ്റ്റിനും കൂടിയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കൂടി ആ പാർട്ടി അങ്ങ് കൈകാര്യം ചെയ്തോളൂ. അത് ഒരിക്കലും കെ എം മാണിയുടെ കേരള കോൺഗ്രസ് എം ആയിരിക്കില്ല എന്ന താക്കീത് കൂടി ഇവർ എല്ലാം നൽകിയിരിക്കുകയാണ്. ഇതിനിടയിൽ പി സി ജോർജും മകനും വളരെ വൈകാതെ തന്നെ UDF പാളയത്തിലേക്ക് എത്താനുള്ള സൂചനയാണ് ഇപ്പോൾ വരുന്നത്. BJP പാളയം വിട്ടുകൊണ്ട് കൃത്യമായും UDF പാളയത്തിലേക്ക് എത്തണമെങ്കിൽ തീർച്ചയായും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം കനിയണം. ജോസ് കെ മാണിയുമായി എല്ലാ രീതിയിലും അകൽച്ചയിൽ തന്നെയാണ്. എന്നാൽ ജോസഫ് വിഭാഗവുമായി അത്രയ്ക്ക് അങ്ങോട്ട് അകലേണ്ട കാര്യമില്ല. കാര്യം പി ജെ ജോസഫിന് നിരവധി തവണ പാര പണിഞ്ഞിട്ടുള്ള ആൾ തന്നെയാണ് പി സി ജോർജ്. പി ജെ ജോസഫിൻ്റെ നിരവധിയായ വിഷയങ്ങളിൽ ഇടപെടാൻ VS അച്യുതാനന്ദന് കത്ത് നൽകിയ നമ്പർ 1 പാരയായിരുന്നു പി സി ജോർജ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്നാൽ പി സി ജോർജിനെ കൂടി ഉൾപ്പെടുത്തേണ്ടത് കാലഘട്ടത്തിന് അനിവാര്യതയായി ഇപ്പോൾ പി ജെ ജോസഫിൻ്റെ അനുകൂലികൾ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അതിവിശാലമായൊരു പാർട്ടി സംവിധാനത്തിലേക്ക് കേരള കോൺഗ്രസിനെ കൊണ്ടുപോകണമെങ്കിൽ ജോസഫ് വിചാരിച്ചാലേ നടക്കുകയുള്ളൂ എന്ന അഭിപ്രായമാണ് പാർട്ടിയിൽ മൊത്തം. അങ്ങനെ വരുമ്പോൾ കേരള കോൺഗ്രസ് എം ഛിന്ന ഭിന്നമാവുകയും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് അതിശക്തമായി UDFിൽ ലീഗിനെ പോലെ തന്നെ വളർച്ചയിൽ എത്തുകയും ചെയ്യും. ഒരു സംശയമില്ല, മധ്യ തിരുവിതാംകൂറിൽ ഇതിനോടകം തന്നെ ഫ്രാൻസിസ് ജോർജ് കോട്ടയം ലോക്സഭാ സീറ്റ് പിടിച്ചെടുത്തതിന് ശേഷം കേരള കോൺഗ്രസ് എം എന്നത് ഓർമ്മകളിലേക്ക് ഒതുങ്ങുന്ന രാഷ്ട്രീയ സാഹചര്യമാണ്. ഏത് നിമിഷം വേണമെങ്കിലും പി ജെ ജോസഫിന് ചരടൊന്ന് ആഞ്ഞു വലിച്ചാൽ വീഴാവുന്നതേ ഉള്ളൂ ജോസ് കെ മാണിയുടെ ഈ കൂടാരം. ഇത് ചീട്ട് കൊട്ടാരം പോലെ തകർന്നടിയാൻ വേണ്ടി പി ജെ ജോസഫ് കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരുന്നിട്ട് നാളുകളേറെയായി. കെ എം മാണിയെ മുന്നിൽ നിർത്തി വലിയ തോതിൽ ജോസ് കെ മാണി പി ജെ ജോസഫിനെ ഒതുക്കാൻ പലതവണയായി ശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹം തന്നെ പല ഇൻ്റർവ്യൂകളിൽ പറഞ്ഞിട്ടുമുണ്ട്. ഒരിക്കൽ കോട്ടയം സീറ്റ് താൻ ആവശ്യപ്പെട്ടപ്പോൾ ജോസ് കെ മാണിയാണ് അതിൽ അള്ളുവെച്ചത്. അതിനൊക്കെ കാലം കൊടുത്ത മറുപടിയാണ് തോമസ് ചാഴിക്കാടൻ്റെ കനത്ത തോൽവി. അതിനുശേഷം ചാഴിക്കാടൻ ജോസ് കെ മാണിക്കെതിരെ തിരിഞ്ഞതും എടുത്തു പറയേണ്ട കാഴ്ചയാണ്. വളരെ വൈകാതെ തന്നെ ജോസ് കെ മാണിയുടെ എല്ലാ രീതിയിലുള്ള ചീട്ടും കീറും എന്ന് ജോസ് കെ മാണിക്ക് കൃത്യമായ താക്കീത് നൽകിയിരിക്കുകയാണ് പി ജെ ജോസഫ്.